എവർക്ക് കേരള ക്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഏറ്റവും പുതിയ പഞ്ചായിട്ടാണ് നിന്നിരിക്കുന്നത്. സോ വെൽക്കം ടു ദി ഷോ. സോ ഏറ്റവും പുതിയ പഞ്ച് EV ആണ് കേട്ടോ നമ്മൾ ഏറ്റവും അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഇഗ്നിസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ടാറ്റ പഞ്ച് EV എടുത്തിരിക്കുന്നത്. ഇത് ഏത് പേരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റ പഞ്ച് EV LR ആണ്, ലോങ് റേഞ്ച് ആണ്, എംപവേർഡ് പ്ലസ് എന്ന് പറഞ്ഞ പേരിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിത് എടുത്തിരിക്കുന്നത് മറീന, കോഴിക്കോട് മറീന എന്നാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മുമ്പ് നമുക്ക് നേരെ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു DR നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ ഒരു DRൽ നമ്മുടെ രാത്രി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് പാർക്ക് ലൈറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ലൈഡിങ് കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ ബമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ പെട്രോൾ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം വേറെ കട്ടൗട്ടുകളോ കാര്യങ്ങളോ ഇല്ല. ഇതൊരു EV ആയതുകൊണ്ട് തന്നെ അതിനാവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു വലിയ ഗ്രില്ലെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വണ്ടി മൊത്തം ചളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോയിൻ്റ് വരുന്നത്. ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പം ഇത് തുറന്നു വരുന്നതും ഇതൊരു ഫെയിൽ പ്രൂഫ് സാധനം കൂടിയാണ്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ബമ്പർ പോർഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസേർട്സ് കാണാം. ഇത് സാധാരണ ഒരു ക്ലാഡിങ് തന്നെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ കൈൻഡ് ഓഫ് തിങ് ആണ്. ഇവിടെയാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് ലാമ്പ് വിത്ത് ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നത്. രണ്ടും LED ആണ്, പ്രൊജക്ടറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രകാശം രാത്രി ഉണ്ട്. അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ എയർ കർട്ടൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു വലിയൊരു എയർ ഡാം കാണാം. ഈ എയർ ഡാമിനോട് ചേർന്ന് തന്നെ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കിഡ് പ്ലേറ്റ് എനിക്ക് തോന്നുന്ന ഈ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ്സ് നമ്മുടെ ഈ ഒരു വണ്ടീൻ്റെ ഒരു SUV, ഒരു മൈക്രോ SUV എന്ന് പറഞ്ഞൊരു ലുക്ക് തരാൻ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിങ്ങനെ 2 ഹെല്ലാൻഡ് സ്പീക്കേഴ്സ് കാണാം. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറേൻ്റെ ഒരു ക്യാമറ കാണാം. പിന്നെ ADAS പോലത്തെ ഫീച്ചേഴ്സ് ഒന്നും കറൻ്റ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. ബട്ട് ഹാരിയർ പോലുള്ള വണ്ടികൾക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ EV ഇറങ്ങുമ്പോഴും ADAS അസിസ്റ്റൻസോട് കൂടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ ടാറ്റ ഫാമിലിയിൽ അംഗം ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ 2 മസ്കുലർ ലൈൻ നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ എന്താ പറയുക, അത്യാവശ്യം വലുതായിട്ടുള്ളൊരു ബോണറ്റ് ഏരിയ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് മെയിൻലി വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇനിയിപ്പോൾ ഗ്ലാസ് ഏരിയ പറയുകയാണെങ്കിൽ അത്യാവശ്യം വളരെ വൈഡായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ കാണാം. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാംപ്സും ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ വൈപ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ വൈപ്പർ തന്നെയാണ്, ടക്കഡബയാണ്. പിന്നെ അതുപോലെ തന്നെ വാഷർ ഫ്ലൂയിഡും കാര്യങ്ങളും നിറയ്ക്കുന്ന ഉള്ളിൽ തന്നെയാണെങ്കിലും നമ്മളെ വാഷർ ജെറ്റും കാര്യങ്ങളും ബോൺസിലല്ല വന്നിരിക്കുന്നത്, വൈപ്പേഴ്സിൻ്റെ അടിയിലായിട്ടാണ്. സോ അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മളെ സംബന്ധിച്ച് ഇഗ്നിസിന് വളരെ വലിയൊരു അപ്ഗ്രേഡാണ്. ഒരു മൈക്രോ SUV എന്ന് പറയാൻ തീർച്ചയായിട്ടും അർഹതപ്പെട്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണെന്ന് തീർച്ചയായിട്ടും പറയും. ഓക്കെ, അപ്പം നമ്മൾ പഞ്ച് EV LRൻ്റെ സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഒരു മനോഹരമായ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഫുള്ള് ചളിയാണ്. അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഈവൻ ദിസ് ആഡ്സ് ടു ദി മോർ എന്താ പറയുക, ഒരു മൈക്രോ SUVൻ്റെ ലുക്കിലേക്ക് ആഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം സഹായിക്കും തോന്നുന്നു. പക്ഷേ ഇത് ആക്ച്വലി ഇതിനകത്ത് ലോഡ് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതിനകത്ത് നോട്ട് പ്രിഫറബിൾ എന്നാണ് പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന ഇവിടെ കാണാൻ കഴിയും. അതും ഇപ്പം ഞാൻ യൂസ് ചെയ്തിരുന്ന മാരുതീൻ്റെ ഇഗ്നിസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബിറ്റ് ആവശ്യമുള്ളതാണ്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ഡോറിലേക്ക് വരികയാണെങ്കിൽ അതാണ്ട് ഇവിടെ നമുക്ക് റിക്കോ സെൻസറും കാര്യങ്ങളും കാണാം. പക്ഷേ ഒരു ഡോറിലെ റിക്കോ സെൻസർ ഉള്ളൂ എന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ടയർ സൈസും അലോയിലേക്കും വരുമ്പോൾ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 195/60 R16 ടയർ സൈസിലുള്ള ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ചെറിയ സ്ക്രാച്ച് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇൻഷുറിൽ മാറിയെടുക്കാൻ പറ്റും. പെയിൻറ്റിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഡോർ ഹാൻഡിൽ മുറിച്ച് കടന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഈ ഡോർ ഹാൻഡിൽ മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിനെ ഇത് തടഞ്ഞു നിർത്തുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഈ വര നേരെ എത്തുന്നത് നമ്മുടെ ടെയിൽ ലാമ്പിൻ്റെ എൻഡിലേക്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് ടാറ്റ എന്ന് പറഞ്ഞ ലോഗോ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടേക്കാണ് ഈ ഒരു സ്പോയിലറിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം പോക്കറ്റ് ഡോസ് ആയതുകൊണ്ട് തന്നെ
ഈ ഒരു ലൈന് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ലാഡിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് കയറി നിൽക്കുന്ന ക്ലാഡിംഗ് ആണ്. ഇപ്പം ഇഗ്നിസൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ മാത്രം സ്കേർട്ടിങ് മാത്രം കണ്ടത്, എന്നാൽ ഈ സ്കേർട്ടിങ്ങിലേക്ക് മുകളിലേക്ക് ഒരു ക്ലാഡിങ് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത് പേഴ്സണലാണ്. കാരണം ഇപ്പോൾ നമ്മൾ സൈഡിലൂടെ പോകുമ്പോൾ അഥവാ ഉരഞ്ഞാൽ തന്നെ നമുക്കിത് എന്താ പറയുക, ഒന്ന് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു .ev ബാഡ്ജിങ് കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കാണുന്നത്. പിന്നെ ഈ ഒരു അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ORVM കാണാം. ഇൻഡിക്കേറ്റേഴ്സൊക്കെ അത് തന്നെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ച് EV LRൻ്റെ അഥവാ ടാറ്റ പഞ്ച് EVൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ബോണറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഫ്ലൂയിഡ്സും കാര്യങ്ങളാണ് മെയിനായിട്ട് മാറുന്നത്. പിന്നെ ഉള്ളിലേക്ക് നോക്കുമ്പോഴും വളരെ വൃത്തിയിലും മേനയോടും കൂടി തന്നെയാണ് ഇതിനകത്ത് ഓരോ സംഭവം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഫെയിൽ പ്രൂഫായിട്ട് തുറക്കാനുള്ള സംവിധാനമാണ് ഇവിടെ. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് തുറന്ന് വരും. ഇൻ കേസ് ഓഫ് എമർജൻസി മാത്രമാണ് ചെയ്യാനുള്ളത്. നമുക്ക് ABS യൂണിറ്റും കാര്യങ്ങളും അവിടെ കാണാം. അതുപോലെ തന്നെ ECMും കാര്യങ്ങളും ഈ സൈഡിലാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സൈഡിൻ്റെ ഒരു ബാറ്ററി, അതായത് ഒരു 12 വോൾട്ട് ബാറ്ററി, ഓക്സിലറി ബാറ്ററി ഇവിടെ നമുക്ക് കൊടുത്ത് കാണാൻ കഴിയും. ഈ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടിക്ക് വേണമെങ്കിൽ ബാറ്ററീൻ്റെ ആവശ്യമുണ്ടോ, അതായത് ഓക്സിലറി ബാറ്ററിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ വണ്ടി ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അതിൻ്റെ ആക്സസറി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതോ തീർച്ചയായിട്ടും ഇത് റീചാർജ് ആവുന്നതിനനുസരിച്ചാണ്. ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ കാണുന്നത് മോട്ടർ മാത്രമാണ്. വണ്ടീൻ്റെ അടിഭാഗത്താണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത്. പിന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ NVH വാല്യൂസ് നോക്കുകയാണെങ്കിലും വളരെയധികം കുറവാണ്. പുറത്തുനിന്നുള്ള റോഡ് നോയ്സ് പൊതുവേ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നാലും വേറെ വണ്ടികൾ പോകുന്ന വെച്ചാൽ ഉള്ളിലേക്ക് പതുക്കെങ്കിലും വരുന്നുണ്ട്. ബിക്കോസ് അതേപോലെ തന്നെ ഇതൊരു EV ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിക്കുള്ള റാറ്റ്ലിങ്ങും കാര്യങ്ങളും വരെ കേൾക്കാൻ കഴിയും. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയും. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സോ വളരെ സൈലൻ്റാണ്. NVH വാല്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0 തന്നെയാണ്. അപ്പോൾ അതാണ് ഈ വണ്ടീൻ്റെ മുൻഭാഗത്തെക്കുറിച്ച് പറയുന്നത്. ടാറ്റ പഞ്ച് EVൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പം നമുക്കിവിടെ ഒരു സ്പോയിലർ കാണാം. ഈ സ്പോയിലറിൻ്റെ ഉള്ളിലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന LED ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് കാണാൻ കഴിയും. ഈവൻ ഇതൊരു സ്പോയിലർ ആണെന്ന് നമുക്ക് തോന്നിക്കില്ല. കാരണം ഇതൊരു അഡീഷണൽ ആക്സസറി പോലെ തോന്നുന്നില്ല. അഡീഷണൽ ആക്സസറി അല്ല. ഈവൻ നിങ്ങൾ ചെറിയ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും സ്പോയിലർ അഡീഷണൽ ചെയ്യേണ്ടി വരും. അതേപോലെ ഗ്ലാസ് ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ഗ്ലാസ് ഏരിയ ഒന്നും അല്ല. അത്യാവശ്യം ചെറിയൊരു ഗ്ലാസ് ഏരിയ ആണ്. അതേപോലെ വൈപ്പേഴ്സ് ആണെങ്കിലും ചെറുത് തന്നെയാണ്. സാധാരണ നമ്മൾ ഇപ്പോൾ ഇഗ്നീസ് വെച്ച് നോക്കുമ്പം വൈപ്പർ കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്ക് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇത് കുറച്ച് ചെറുതായ പോലെ തോന്നി. പിന്നെ മെയിനായിട്ട് മാറ്റം സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ടാറ്റൻ്റെ ലോഗോയിലാണ്. നിങ്ങൾ ഫ്രണ്ടിലും കണ്ടിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇതിനകത്തൊരു വൈറ്റ് ഇൻസേർട്ടാണ്. ഇതിന് മുമ്പ് ക്രോം ആയിരുന്നു. സോ അത് ടോട്ടലി മാറിയിട്ടുണ്ട്. ഒരു വൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളെ 360 ക്യാമറേൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. പഞ്ച് EV എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ നമുക്കൊരു ഇൻസേർട്ട് കാണാൻ കഴിയും. ഇതൊക്കെ ആക്ച്വലി കുറച്ചൊരു ഗിമ്മിക്ക് പോലെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഒരു റെഡിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ ആക്ച്വലി നന്നായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡുവൽ ടോൺ എടുത്തത്. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഇഗ്നിസിലും അതേപോലെയുള്ള പല ഹാച്ച് ബാക്കുകളിലും കാണുന്ന പോലെ തന്നെ ഒരു ഹോൾ പ്ലാസ്റ്റിക് ക്ലാഡിങ് ഇവിടെ ശ്രദ്ധിച്ചു. ഇത് നമ്മൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി കൊണ്ടുനടക്കാൻ പാടാണ്. പക്ഷേ എന്തോ ഈ ഒരു ബോഡി പാർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കിവിടെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഫേക്ക് സ്കിഡ് പ്ലേറ്റ്സിൻ്റെ ബാക്കി കാണാം. ഇവിടെ ഒരു റിഫ്ലക്റ്റർ സാധനം മിസ്സിങ് ഔട്ടാണ്. പിന്നെ താഴെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. പിന്നെ നമുക്ക് വരുന്നത് ബൂട്ട് സ്പേസിലേക്കാണ്. നമ്മുടെ പഞ്ച് EVൻ്റെ ബൂട്ട് സ്പേസിലേക്കാണ്. ഈവൻ ഇതിനൊരു സ്പെയർ ടയർ അവൈലബിൾ അല്ല. എങ്കിൽ കൂടി ഇവിടെ അത്യാവശ്യം ക്വാളിറ്റി തോന്നിക്കുന്ന വിധം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമാവാത്തൊരു സാധനമാണ് ഈ പാർസൽ ട്രേ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്പേസ് തന്നെയാണ്. 366 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് നമ്മുടെ പഞ്ച് EV നമുക്ക് തരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പം സ്പെയർ ടയർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ടയർ പങ്ക്ചർ കിറ്റും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം ടയർ പൊക്കി വെക്കാനും വണ്ടി പൊക്കി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമുക്ക് എവിടുന്ന് പണി കിട്ടുന്നു എന്ന് അനുസരിച്ചിരിക്കും. ഏതായാലും മോശമില്ലാത്ത ബൂട്ട് സ്പേസ് തന്നെ പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു 4-5 പെട്ടി സുഖമായിട്ട് വെക്കാൻ പറ്റും എന്നാണ് നമ്മളെ വിശ്വാസം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഡീമെറിറ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സൈഡിലുള്ള ഷോക്ക് അബ്സോർബേഴ്സിൻ്റെ
ഈ ഒരു സംഭവം ഒന്നും കൂടെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് നല്ല വൃത്തിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ പുറത്തേക്ക് വിസിബിളാണ്. അതുപോലെ തന്നെ ഈ മോൾ ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണാം. സോ ഇതും കൂടെ ഒരു വൃത്തിക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പക്ഷേ നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഈ ലൈറ്റും കാര്യങ്ങളും LED ആണ്, വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം ഫിനിഷാണ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ലോഡിംഗ് ഡിപ്പാണെങ്കിൽ കുറച്ച് ഹയറാണ്. അതുപോലെ തന്നെ ഈ ഭാഗം ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പെയിൻറ്റ് പോകുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കുറയ്ക്കാമായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ 3.3 കിലോവാട്ടിൻ്റെ ചാർജറിൻ്റെ ബോക്സാണ്. നമ്മൾ വീട്ടിലാണ്, നമ്മൾ ലോങ് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. വീട്ടിൽ കുത്തിടലാണ് കൂടുതലും. അപ്പോൾ അതാണ് മെയിൻലി നമ്മുടെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. പഞ്ച് EVൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ് ഇതിൽ ടോട്ടലി ഡിഫറൻറ്റ്. ആദ്യം നമുക്ക് ഡോറിന്ന് തുടങ്ങുകയാണെങ്കിൽ 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോർസ് ആണ്. ഈവൻ ഇഗ്നിസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പഞ്ചിൻ്റെ വേറെ ഏത് വണ്ടിയാണെങ്കിൽ പോലും 90 ഡിഗ്രി ഡോർസ് ആണ് നമുക്ക് കാണാൻ കഴിയും. ഡോർ ഹാൻഡിൽസ് നിങ്ങൾക്ക് കാണുന്ന പോലെ ഒരു അലുമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ഇത് ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ പണ്ട് പാലിയോലൊക്കെ കണ്ട പോലെ ഉള്ളിലേക്കാണ് ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം വരുന്നത്. ചൈൽഡ് ലോക്കും കാര്യങ്ങളും ഇട്ടില്ലെങ്കിൽ മേ ബി പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ. പിന്നെ ഫ്രണ്ടിൽ നമുക്കിവിടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് അടയ്ക്കാനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 4 വിൻഡോ വരുന്നുണ്ട്. അതിനകത്ത് ഒരു വിൻഡോ ഓട്ടോ ഡൗൺ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോ അപ്പ് വരുന്നില്ല എന്നുള്ളൊരു പോരായ്മ തന്നെയാണ്. കാരണം ഇത്രയും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന വണ്ടിക്ക് അറ്റ്ലീസ്റ്റ് 2 വണ്ടിക്കെങ്കിലും ഓട്ടോ ഡൗൺ എങ്കിലും കൊടുക്കായിരുന്നു. അത് അവർ ചെയ്തില്ല, കോസ്റ്റ് കട്ടിങ്. പിന്നെ നമുക്കിവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വിൻഡോ ചൈൽഡ് ലോക്ക് കാര്യങ്ങളോ അവൈലബിൾ ആണ്. പിന്നെ സ്പേസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൈഡിൽ നമുക്ക് അത്യാവശ്യം ഒരു 1 ലിറ്റർ ബോട്ടിൽ വരെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു നൈസായിട്ടുള്ള അംബ്രല ഹോൾഡറും കാര്യം കാണാം. ഇവിടെ ചെറിയൊരു കപ്പി ഹോൾഡ് കാണാം. പിന്നെ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയായി. ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് ടോട്ടലി ചേഞ്ച് ഔട്ട് ആയിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ ഒരു പഞ്ച് സാധാരണ പെട്രോൾ പഞ്ച് യൂസ് ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടാറ്റയുടെ ലോഗോ ഇവിടെ ഇലുമിനേറ്റ് ആയി വരുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ കൺട്രോൾസ് മൊത്തം മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൊത്തത്തിലൊരു റേഞ്ച് റോവർ ഇൻസ്പയർഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒരു ഡുവൽ ടോൺ ഫിനിഷും കാര്യങ്ങളും ലെതറായിട്ട് തോന്നി. അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെതറഡ് സീറ്റ്സ് ആണ്, വൈറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് ഓപ്ഷൻസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷനാണ് ഇതിൽ. മൂന്നാമത്തെ ഓപ്ഷൻ അത്യാവശ്യം, മൂന്നാമത്തെ ഫാൻ സ്പീഡിൽ അത്യാവശ്യം ഓഡിബിൾ ആണ്. സോ 1 or 2 വുഡ് ഡു ദ ഗെയിം. പിന്നെ AC വെൻസിൽ നോക്കുകയാണെങ്കിൽ പഞ്ചിൻ്റെ സെയിം കൈൻഡ് ഓഫ് തന്നെ വന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ക്രോം ഇൻസേർട്ട് കാണാം. അതുപോലെ തന്നെ easy to യൂസ് ആണ്. മൊത്തം 4 വന്നത്. ഇതിന് പുറമെ ഇതിനകത്ത് നമുക്ക് AQI, അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് ഇതിനകത്ത് അറിയാൻ കഴിയും. നമ്മുടെ ഈ സ്ക്രീൻ തന്നെയാണ് ഇതിലും ഏറ്റവും വലിയ സംഭവം എന്ന് പറയാം. ഈ ഇലുമിനേറ്റഡ് സ്ക്രീനിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈവൻ നമ്മുടെ സ്റ്റിയറിംഗ് തിരിച്ചു വെച്ചാൽ പോലും നമ്മുടെ അടുത്ത് അലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. സോ അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ ടാറ്റ പഞ്ചിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ നന്നായിട്ട് തോന്നി. പിന്നെ ഈ വണ്ടീനെ ഫ്രണ്ടിലേക്ക് വരുമ്പം 25 സെൻറ്റിമീറ്റർ ഒരു കോക്പിറ്റ് വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഇത് ആക്ച്വലി ഫുൾ ഓപ്ഷന് മറ്റും മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ അഡ്വഞ്ചർ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീൻ കിട്ടണമെന്നില്ല. അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു വലിയ ടച്ച് സ്ക്രീനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം നിങ്ങളിപ്പോൾ അഡ്വഞ്ചർ എടുക്കുകയാണെങ്കിൽ അഡ്വഞ്ചറും എംപവേർഡും വെച്ച് നോക്കുമ്പം ആക്ച്വലി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇതിന് 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം കാണാം. നമുക്ക് 3D വ്യൂ ഇതിനകത്ത് കാണാൻ കഴിയും. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതിനെ ചുറ്റും നമുക്കിങ്ങനെ നോക്കാൻ പറ്റും. സോ ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 1 ലക്ഷം രൂപ മുടക്കുന്നതിൽ മോശം വിചാരിക്കരുത്. കാരണം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കിട്ടും. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇതിൻ്റെയൊക്കെ വയർലെസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ ഒരു വണ്ടി ഏറ്റവും പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ്, ടാറ്റയുടെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇതുവരെയായിട്ടും ടാറ്റയിൽ വേറൊരു വണ്ടി ഈ ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. സോ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളതാണ് ആക്റ്റീവ് EV. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഡ്രൈവിലും കാര്യങ്ങളും അറിയാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ടാറ്റ ഇറക്കിയിരിക്കുന്ന വേറൊരു ഫീച്ചറാണ്, അതായത് നമുക്കിതിനകത്ത് arcade.ev എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇത് ആക്ച്വലി നമ്മൾ നെറ്റ് വെച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം ആപ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഇൻക്ലൂഡിങ് നമുക്ക് ജിയോ 7, അതുപോലെ ധാരാളം ആപ്പുകൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇപ്പോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്ന ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബ് കിഡ്സും യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എത്രത്തോളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതൊരു ഗിമിക്കായി മാറും. പിന്നെ ഈ ഒരു ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഓറിയോ കൈൻഡ് ഓഫ് ഫിനിഷാണ്. നമ്മൾ സാധാരണ സ്വതവേ കൈ വെക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡൊക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്ലോ ബോക്സ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് കൂളിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക്
നമ്മുടെ ഫോൺ വയർലെസ് ചാർജിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു USB കൊടുത്തിട്ടുണ്ട്, ഒരു ടൈപ്പ് C ഉണ്ട്, പിന്നെ ഒരു 12 വോൾട്ടിൽ നിങ്ങൾക്ക് സോക്കറ്റും ഉണ്ട്. ഇതാണ് നമ്മുടെ ഗിയർ ലിവർ വരുന്നത്. 4 മോഡ്സ്, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് 4 മോഡ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നെക്സോൺ EV മാക്സ് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളാണെങ്കിൽ സെയിം കൈൻഡ് ഓഫ് നോബ് തന്നെയാണ്, ഒരു ജുവൽഡ് നോബാണ് ഈ ഒരു ഫുൾ ഓപ്ഷനിൽ നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ 2 തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പോർട്സ് മോഡും ഉണ്ട്, അതുപോലെ എക്കണോമി മോഡും ഉണ്ട്. നമുക്ക് ഓരോ മോഡ് മാറുമ്പോഴും ഇത് നമുക്ക് പറഞ്ഞു തരും. സിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ ബൈ ഡീഫോൾട്ട് സിറ്റി മോഡ് തന്നെയാണ്. ഇത് നമ്മുടെ കാശിനാഥ്, നമ്മുടെ ക്യാമറമാനോൻ്റെ വണ്ടിയുടെ ചാവിയാണ്. സോ പിന്നെ ഇതിനകത്ത് നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. പിന്നെ പാർക്കിംഗ് ബ്രേക്സ് കംപ്ലീറ്റ്ലി സ്വിച്ചിലേക്ക് മാറിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് ഈ സിഗ്നലുകളിലും മറ്റും വണ്ടി നിർത്തിയെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ AC കൺട്രോൾസ് ഒക്കെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇൻസേർട്ടിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. AC ഫാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും, ഓഫ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറേൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ വണ്ടിയുടെ ബൂട്ടി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അൺലോക്ക് ചെയ്യാൻ കഴിയും, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും അറ്റത്ത് ഇവിടെ കാണുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചാർജ് സംഭവം, തുറക്കാനുള്ള സംഭവം. അതുപോലെ തന്നെ നിങ്ങൾ ചാർജർ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്വിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹിൽ ഡിസൈൻ കൺട്രോൾ പോലുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുക്കും. നമ്മളിപ്പോൾ ഹിൽ ഡിസൈൻ കൺട്രോൾ കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് അപ്പോൾ തന്നെ ഒരു 25 സെൻറ്റിമീറ്റേഴ്സ് കോക്ക്പിറ്റിൽ നമുക്ക് ഇതിൽ വരും. പിന്നെ ഇതിനകത്തുള്ള വ്യൂവും കാര്യങ്ങളും നമുക്കൊക്കെ സ്റ്റിയറിംഗ് തന്നെ മാറ്റാൻ കഴിയും. TPMS തുടങ്ങിയുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളോടും കൂടിയാണ്, നൂതനമായ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് നമ്മുടെ വണ്ടി വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹിസ്റ്റോഗ്രാം, അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ അഥവാ ആൻഡ്രോയിഡ് ഓട്ടോയിൽ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ മാപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാൻ കഴിയും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ എങ്ങോട്ടും ശ്രദ്ധ തിരിക്കാതെ തന്നെ ഡ്രൈവ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഏത് പാട്ടാണ് കേൾക്കുന്നത്, സൗണ്ട് കൂട്ടിയാലും കുറച്ചാലും ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് അറിയാൻ കഴിയും. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ബാക്കിയെല്ലാം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറേയൊക്കെ ഗിമ്മിക്കായിരിക്കും, നമ്മൾ ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്തതായിരിക്കും. പിന്നെ എനിക്ക് പേഴ്സണലി നല്ലോണം തോന്നി ഇതിൻ്റെ ഒരു ഹൈറ്റാണ്. അതായത് ഇപ്പം വണ്ടീൻ്റെ നമുക്ക് ഏകദേശം അറ്റം വരെ കാണാൻ കഴിയും. അത് പഞ്ചിൻ്റെ ഒരു സംഭവമാണ്. അപ്പം ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഉപയോഗിച്ച ഇഗ്നിസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കുഴിയിലിരിക്കുന്ന ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ സീറ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൈഡ് ബോൾസ്റ്റേഴ്സ് പൊതുവെ ചെറുതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിംഗ് കംഫർട്ട് ഓക്കെയാണ്, പക്ഷെ എന്തോ അണ്ടർത്തെ സപ്പോർട്ടിങ് എനിക്ക് കുറച്ച് പേഴ്സണലി ലാക്കിംഗ് ആയിട്ട് തോന്നി. എന്നാലും ലോങ് ഡ്രൈവ്സിൽ ഇപ്പോൾ ഞാൻ അധികം പോയിട്ടില്ല, ഒരു 150 കിലോമീറ്റേഴ്സ് ആണ്. എനിക്ക് ക്ഷീണവും കാര്യങ്ങളും തോന്നിയില്ല. മേ ബി ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ വണ്ടിയാണ്ടായിരിക്കണം, എനിക്ക് ക്ഷീണവും കാര്യങ്ങളും തോന്നിയില്ല. പക്ഷേ ഈ ഒരു സീറ്റിംഗ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ ഫീഡ്ബാക്ക് ഉണ്ട്. ഈവൻ തോ പഞ്ച് വെച്ച് ഫാബ്രിക് സീറ്റ്സ് വെച്ച് നോക്കുമ്പോൾ വേ മോർ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മളെ ഗുണം ചെയ്തേക്കാം. ഏതായാലും ഈ ഒരു ടച്ച് സ്ക്രീൻ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം മുകളിലേക്ക് നമ്മുടെ IRVMലേക്ക് വരുമ്പോൾ ഓട്ടോ IRVMs ആണ്, രാത്രി വളരെയധികം ഉപകാരപ്രദമാവുന്നത് തന്നെയാണ്. പിന്നെ ലൈറ്റ്സ് LED ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനുള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ ഡോറിൻ്റെ അപ്പുറത്ത് നമുക്ക് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് SOS ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പം നമുക്കൊരു മിറർ വരുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡറും കാര്യങ്ങളും കാണാം. പിന്നെ ഡാഷ്ബോർഡ് അത്യാവശ്യം വലുതാണ്. പിന്നെ എനിക്ക് ആൾട്രോസിലൊക്കെ അനുഭവപ്പെട്ട വേറെ പ്രശ്നമാണ് വെയിലടിക്കുമ്പം ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് വരുന്ന ആ ഒരു ഇഷ്യൂ എനിക്ക് പേഴ്സണലി ഇതിൽ തോന്നിയിട്ടില്ല. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി, അവർ ഇമ്പ്രൂവ് ചെയ്ത പോലെ തോന്നി. പിന്നെ ഇവിടെ ചെറിയൊരു കബി ഹോൾഡർ ഉണ്ട്, നമ്മുടെ കീ, അതായത് ഇതാണ് നമ്മുടെ കീ കേട്ടോ. ഇതിനകത്ത് ലോക്ക് അൺലോക്ക്, ലൈറ്റ് ഓൺ ആക്കാനും പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. നമ്മുടെ സാധാരണ ടാറ്റയ്ക്ക് എല്ലാത്തിനും കൊടുക്കുന്ന കീ ആണ്, പക്ഷേ ഈ ഒരു ലോഗോയിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്, അത് കീയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ കീ കവർ എക്സ്ട്രാ ഇട്ടതാണ്, അല്ലാതെ അത്ര സ്പോർട്ടി ഒന്നും അല്ല ആക്ച്വലി കീ. പിന്നെ നടുവിൽ വരികയാണെങ്കിൽ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ തീരെ ഡീപ്പല്ല. ഒരു വാലറ്റ് നിങ്ങൾക്ക് മേ ബി വാലറ്റ് വെക്കാൻ പറ്റുമായിരിക്കും. ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പോട് കൂടി വന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം നല്ല വെല്ലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മളൊക്കെ അഡീഷണലി ചെയ്തതാണ്, അത് നിങ്ങൾ കാണിക്കാത്തത്. അത്യാവശ്യം നോർമലായിട്ടുള്ള ഫ്ലോർ മാറ്റ്സ് തന്നെയാണ് ഇവർ തരുന്നത്. പിന്നെ അഡീഷണലി നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അത് കമ്പനിയിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട് JBL വിത്ത് ഇതിന് ഹാർമാൻ്റെ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളരെ നല്ല രീതിക്ക് തന്നെ സൗണ്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സ്പീക്കേഴ്സാണ് വരുന്നത് JBLൻ്റെ. ഹാർമാൻ്റെ സിസ്റ്റമാണ്. അത്യാവശ്യം നല്ലോണം സിങ്ക്രണൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല സൗണ്ട് ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഫുൾ സൗണ്ട് ആയിട്ട് കാണിച്ചത് അത്യാവശ്യം, അതായത് ഒരു
30 അടുത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും വൈബ്രൻസ് അവിടെ ഇവിടെ അറിയുന്നുണ്ട്. എന്നിരുന്നാലും വളരെ നല്ല സൗണ്ട് ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇതിൻ്റെ റൂഫും കാര്യങ്ങളും ആണെങ്കിലും നമുക്കിങ്ങനെ പറഞ്ഞു പോരുന്ന പഞ്ഞി ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി. ഞാനിതിന് മുമ്പ് യൂസ് ചെയ്ത വണ്ടി വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മളെടുത്തത് എംപവേർഡ് പ്ലസ് LR എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പം എംപവേർഡ് പ്ലസിൻ്റെ എസ് എന്ന് പറഞ്ഞാൽ അതായത് സൺറൂഫ് അഡീഷണലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വരും. നമ്മളൊരു സിറ്റുവേഷനിൽ അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്. പിന്നെ ഇതിനകത്ത് മിസ് ഔട്ട് ആയി പോയ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവരുടെ പ്രോസ്പെക്ടസിൽ കാണിച്ചതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാബ് ഹാൻഡിൽ കാണുന്നില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം വളരെ അറഗൻ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഇപ്പം ഇവിടെ ഉണ്ട്. നമ്മളൊരു കോപ്പാസിനർ അൺഫോർച്ചുനേറ്റ്ലി ആവുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പിടിക്കാൻ രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പില്ല. നമ്മൾ ബാക്കിൽ തന്നെ ഇരിക്കണം. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഓവറോൾ ഈ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആയതുകൊണ്ട് വേഗം ചളി പിടിക്കുന്നുള്ള സത്യമാണ്. പക്ഷെ നിങ്ങളിപ്പം ഇതിനും താഴ്ന്ന അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഫാബ്രിക് സീറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ബ്ലാക്കായി മാറും. സോ അങ്ങനെ ഒരു ബ്ലാക്കിനോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫുൾ ഓപ്ഷൻ എടുക്കാതിരിക്കണം. അതാണ് ടാറ്റ ചെയ്തിരിക്കുന്ന ബിസിനസ് അനാലിറ്റിക്സ് എന്ന് പറയാം. പിന്നെ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വന്നിട്ടില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഈ ഒരു സീറ്റിലും കൂടെ ഉണ്ടെങ്കിൽ നന്നായി എനിക്ക് തോന്നിയിരുന്നു. ബട്ട് സ്റ്റിൽ കോസ്റ്റ് കട്ടിങ് അവർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് EV ലോങ് റേഞ്ചിൻ്റെ മുൻഭാഗത്തെ വിശേഷങ്ങൾ. പിന്നെ ഇനി സേഫ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓവറോൾ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് 2 കർട്ടൺ എയർ ബാഗ്സ് എല്ലാ സൈഡിലും 2 സൈഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. ഈ എയർ ബാഗ്സും കാര്യങ്ങളും വരുന്നില്ല. നമ്മുടെ സ്റ്റിയറിംഗിൽ അതുപോലെ കോ പാസഞ്ചറിനും എയർ ബാഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ നമുക്ക് പിന്നെ റിയർ സീറ്റിലേക്ക് വരുമ്പം നമ്മൾ ഇഗ്നിസിൽ നിന്ന് ആക്ച്വലി ഒരു ഡൗൺ ഗ്രേഡ് ആണോ എന്ന് വരെ തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർത്തെ സപ്പോർട്ട് പൊതുവെ കുറവായിട്ട് എനിക്ക് തോന്നി. നമ്മളുള്ള കാര്യമുള്ള പോലെ പറയട്ടോ, അണ്ടർത്തെ സപ്പോർട്ട് കുറവായിട്ട് തോന്നി. ഓൾമോസ്റ്റ് ഓക്കെ ആണ്. എനിക്ക് തോന്നുന്നു ഇഗ്നിസ് വെച്ച് നോക്കുമ്പോൾ അണ്ടർത്തെ സപ്പോർട്ട് ഓക്കെ ആണ്. പക്ഷേ ലെഗ് സ്പേസ് ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഇതിങ്ങനെ ഏറ്റവും മുമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. നേരെ ഇത് ഇങ്ങോട്ടേക്ക് ഇരിക്കുമ്പം അത്യാവശ്യം വളരെ നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. 3 പേർക്ക് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഐസോഫിക്സ് ചൈൽഡ് മൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ലോഡ് സെൻസർ ഉണ്ട്. പക്ഷെ എന്താ സോഫ്റ്റ്വെയർ ഇഷ്യൂസോ എന്തോ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ ലോഡ് സെൻസർ ആക്ടിവേറ്റ് ആവുന്നില്ല. അതായത് ഈവൻ ആളില്ലെങ്കിലും നമുക്ക് അലാറം അടിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കേസിൽ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഓൾറെഡി കുത്തി വെക്കേണ്ട ഒരു ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷെ 4 പേർക്ക് അത്യാവശ്യം സുഖമായിട്ട് യാത്ര ചെയ്യാം. 5ാമത്തെ ഒരാൾ ഇരുന്നാലും കുഴപ്പമില്ല. ഇവിടെ ഫ്ലോർ ഹമ്പും കാര്യങ്ങളും വരുന്നില്ല. അത് നന്നായിട്ട് തോന്നി. കാരണം ഇതിന് ബാറ്ററി പ്ലേസ്മെൻറ്റ് അങ്ങനെയാണ് ഏറ്റവും പുതിയ ആർക്കിടെക്ചറിൽ വന്നിരിക്കുന്നത്. പിന്നെ നടുവിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 4 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അവരുടെ പ്രോസ്പെക്ടസിൽ രണ്ടാമത് പറഞ്ഞ സംഭവമായിരുന്നു ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡർ കിട്ടുന്നു. പക്ഷേ കപ്പ് ഹോൾഡർ ഇല്ല ഇതിൽ, വെറും ഹാൻഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക. അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. പിന്നെ നടുവിലൊരു ഹെഡ് റെസ്റ്റ് ലാക്കിംഗ് ആണ്. അതുകൊണ്ടാണ് 4 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം. പിന്നെ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇത് മാക്സിമം എടുക്കാതിരിക്കാമെന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം ഇതിൻ്റെ മുകളിൽ അഡീഷണലി ബാക്ക് സീറ്റിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രണ്ടിൽ നിങ്ങൾ ഈ സീറ്റ് കവേഴ്സ് ഇടാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇവർ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇതിന് സൈഡ് എയർ ബാഗ്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നിങ്ങൾ അഡീഷണലി ഇതിൽ പണി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പണിയെടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പം ബാക്കിൽ പിന്നെ പറയാനാണെങ്കിൽ ഒന്നുമില്ല. ഇവിടെ 2-3 ഇവിടെ ഒരു കമ്പി ഹോൾഡ് കാണാം. ഈ കമ്പി ഹോൾഡിൽ നമുക്ക് ചെറിയ രീതിയിൽ ഫോണോ മറ്റോ വെക്കാം. പക്ഷേ ചാർജിങ്ങിനുള്ള സ്ലോട്ടോ അല്ലെങ്കിൽ ഇപ്പം AC വെൻസോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ നെക്സോൺ തന്നെ വാങ്ങണം. വിച്ച് മേ കോസ്റ്റ് യു മോർ ദാൻ 6 to 7 lakhs ഓൺ റോഡ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമ്മുടെ സ്പീക്കറിൻ്റെ ടീറ്റേഴ്സ് ഇവിടെയും വരുന്നുണ്ട്, അത് കാണാൻ കഴിയും. ഇതൊക്കെ വളരെ പ്രീമിയം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഒരു ഗ്രാബ് റെയിൽ കാണാം. അതുപോലെ തന്നെ ഒരു ടോക്കും കാണാൻ കഴിയും. ഇത് 2 സീറ്റ്സിലും കാണാം. പിന്നെ ഒരു സൺറൂഫിന് വേണ്ടിയുള്ള ഒരു കുഴി നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ ആക്ച്വലി ഒരു ലൈറ്റ് പ്ലേസ്മെൻറ്റ് ആവാമായിരുന്നു. ബാക്കിലേക്ക് ലൈറ്റ് പൊതുവെ കുറവാണ്. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോൾ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര തന്നെയാണ് നമ്മുടെ ബാക്കിലെ ഇൻറ്റീരിയർ സ്പേസിനെ കുറിച്ച് പറയാനാണെങ്കിൽ 3 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് പോകും.
വേറെ റോഡിലേക്ക് ഇറക്കിയിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നമുക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം സൈലൻ്റായി, NVH വാല്യൂസ് വളരെയധികം കുറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് എത്രത്തോളം വ്യത്യസ്തമായി എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ സംശയിക്കുക. ഈവൻ നിങ്ങളൊരു പഞ്ച് ഓടിച്ച ഒരാളാണെങ്കിൽ പോലും മേ ബി വളരെ വൈഡായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ വണ്ടിയിൽ. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ Activ.ev, അതായത് അഥവാ ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഏറ്റവും പുതിയ ആർക്കിടെക്ചറിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അത് ടാറ്റേൻ്റെ ആർക്കിടെക്ചറിൽ, EV ആർക്കിടെക്ചറിൽ ആദ്യമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വണ്ടിയും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത് എങ്കിൽ കൂടി നമ്മൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ടാറ്റയാണ് ഇത്രയും കാലം നമ്മുടെ ഇന്ത്യയിൽ ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. ആ ഒരു കൺസേണിലാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഇംപ്രഷൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം പഞ്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു 1.2 ലിറ്റർ 3 സിലിണ്ടറാണ്, വിച്ച് മീ പ്രൊഡ്യൂസ് അറൗണ്ട് റഫ്ലി ഒരു 88 അല്ലെങ്കിൽ മോസ്റ്റ്ലി 85 to 90 ഹോഴ്സ് പവർ മാക്സിമം. എന്നാൽ ഈ ഒരു LRലേക്ക് വരുമ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ 120 ഹോഴ്സ് പവറാണ്. സോ ഈ ഒരു 120 ഹോഴ്സ് പവർ ഒരു ഹാച്ചിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ടർബോ പെട്രോളിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇതേ സെഗ്മെൻറ്റുള്ള വേറെ EVയിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ ഒരു ഹാച്ച് ബാക്കിൽ ഇത്രയും പവേർഡ് ആയിട്ടുള്ള എൻജിൻ IC എൻജിൻസ് അല്ലാതെ തന്നെ EV തന്നെ വളരെയധികം വിരലിൽ എണ്ണാവുന്നതാണ്. ഈവൻ നമുക്ക് സിട്രൺ EC3 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ആ കാര്യത്തിൽ പഞ്ച് ഈസ് എ പഞ്ച്. പിന്നെ പലരും ചോദിച്ചിരുന്നു ഇപ്പം ആ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് എന്താണ്. സോ മോറോവർ ഇതിൻ്റെ സെല്ല് വെച്ചിരിക്കുന്ന രീതി തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ലേ ഔട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് ശരിക്കും നമുക്ക് അറിയാൻ കഴിയും. ഈവൻ സ്റ്റിയറിംഗിലാണെങ്കിൽ പോലും ശരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ കഴിയുന്നു എന്നാണ് ഇത്രയും ഏകദേശം 2000 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടിയപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായത്. പിന്നെ ആ ഒരു ബാറ്ററി പാക്ക്, അതായത് ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 35 kWh ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. ആൻഡ് ചാർജിങ് ടൈമും കാര്യങ്ങളും ആയിരുന്നു പിന്നെ പലരും കൺസേൺ ആവുക. ഈ ഒരു 35 kWh നിങ്ങളുടെ വീട്ടിൽ ചാർജ് ചെയ്യാൻ, അതായത് 3.3 kWh ചാർജറിന് എടുക്കുന്ന സമയം 14.5 മണിക്കൂറാണ്, വിച്ച് മേ സീം വിയർഡ്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ആവാൻ പോകുന്ന ഒരു സംഭവം, ഇപ്പോൾ നമ്മുടെ KSEB പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് കുത്തിടാൻ പാടില്ല, പീക്ക് അവറിൽ പാടില്ല, രാത്രി 11 മണിക്ക് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. സോ ആ ഒരു സംഭവം പ്രാക്ടിക്കലി നോക്കുമ്പം ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരു ലോങ് പോയി തിരിച്ചെത്തി ഒരു 20% 30%-ലാണെങ്കിൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ള ചില കൺസേൺസ് ആണ് EV യൂസേഴ്സിന് ഉണ്ടാകുന്നത്. പക്ഷേ അതും അപ്പോഴും നിങ്ങൾ KSEB ലോ ഷെഡിങ് ടൈം ഗിവൺ ആണ്, പക്ഷെ അത് എത്രത്തോളം പേര് ഫോളോ ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. EV ഓണേഴ്സ് ആകുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് കൺസേൺ ആവാൻ ആവശ്യമുള്ളൂ. സോ ഇനീഷ്യലി നോക്കുമ്പോൾ ഈ ഒരു നല്ല ബാറ്ററി പാക്കാണ്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 90 kilowatts ഓഫ് പവർ, അഥവാ 120 ഹോഴ്സ് പവർ ആണ് ഇൻ ഫിഗേഴ്സ് നമുക്ക് അറിയുന്നത്. അത് ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പവർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്ട് മോഡിലാണ്. അത് വളരെ വേഗം ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നൊരു മോഡും കൂടിയാണ്. പക്ഷേ ലൈക്ക് നമ്മൾ ഒരിക്കലും അത് ഫുൾ ടൈം യൂസ് ചെയ്യില്ല. ഇത് ബൈ ഡീഫോൾട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വരുന്നത് സാധാരണ സിറ്റി മോഡ് തന്നെയാണ്. സിറ്റി മോഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പെട്രോൾ കാറുമായിട്ട് കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ എക്കണോമി മോഡ് വരുന്നുണ്ട്. ഈ എക്കണോമി മോഡ് എന്ന് പറയുമ്പം അതൊരു 3 സിലിണ്ടർ പെട്രോൾ കാർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന പവർ എങ്ങനെയാണ്, അതിനകത്ത് നമുക്ക് കിട്ടുന്ന ടോർക്ക് എങ്ങനെയാണോ അതായിരിക്കും നിങ്ങൾക്ക് എക്കണോമി മോഡിൽ വരാം. സിറ്റി മോഡിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ ഡീസൽ കാർ അല്ലെങ്കിൽ നോർമൽ ഒരു ഫ്യൂവൽ സെൽഡ് കാർ സാധാരണമായി എങ്ങനെയൊക്കെ വണ്ടി കയറി പോകുന്നു, സാധാരണ ഒരു ഫ്യൂവൽ കാർ അതായത് ഒരു 0 to 100 ഒരു 12.5 സെക്കൻഡ്സിൽ സാധാരണ ഇപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഇഗ്നിസ് ആണെങ്കിൽ അതിൻ്റെ പവർ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത്രയും നോർമലൈസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ബൈ ഡിഫോൾട്ട് വരുന്ന മോഡാണ് സിറ്റി മോഡ്. സോ എനിക്ക് പേഴ്സണലി ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ സിറ്റി മോഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഈ വണ്ടി ഉപയോഗിക്കുന്ന 99% ആൾക്കാർ ഇത് തന്നെ യൂസ് ചെയ്യുക. ബാക്കി 1% മറ്റോ റേഞ്ച് ആങ്സൈറ്റി ഉള്ള ആൾക്കാർ മാത്രമേ എക്കണോമിയിലിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബട്ട് ഇഫ് യു ആർ ലൈക്ക് ഒരു സ്ട്രൈറ്റ് റോഡിൻ്റെ ഒരു ഹൈവേ ആണ്, നിങ്ങൾക്ക് ക്രൂസ് ചെയ്ത് പോകണം, അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് ലക്ഷ്യം വെച്ചിട്ടാണ്, കൂടുതൽ മൈലേജ് ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിയും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് മോഡ്സിൻ്റെ കാര്യമാണ്. നമുക്ക് 3 തരം അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് റീജനറേറ്റീവ് അസിസ്റ്റ് അഥവാ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് 3 അസിസ്റ്റൻറ്റ് മോഡലുകളാണ് വരുന്നത്. അതിലിപ്പോൾ L1, L2, L3 എന്നാണ് നമുക്ക് സൈഡിൽ കാണാൻ കഴിയും. പോരാതെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ടോട്ടൽ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ അപ്പോൾ തന്നെ വണ്ടി അങ്ങ് സ്ലോ ആവും, വിച്ച് മീൻസ് ഇൻക്രീസ്ഡ് ബ്രേക്കിംഗ്, അതായത് ബ്രേക്ക് പാഡ്സിൻ്റെ ഉപയോഗം വളരെ കുറച്ച് ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂട്ടാൻ തീർച്ചയായിട്ടും നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. പോരാതെ ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രത്തോളം ചാർജ് നമ്മൾ തിരിച്ച് ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു.
അപ്പോൾ അത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. മോസ്റ്റ് ഓഫ് ഓൾ LFP ബാറ്ററീസ് ഉള്ളതാണെങ്കിലും അല്ലാത്തുള്ള വണ്ടികളിൽ ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ ചുരം പോലുള്ള സ്ഥലങ്ങളെ ഇറക്കത്തിൽ നമുക്ക് ഇറങ്ങുമ്പോൾ റീജനറേറ്റീവ് അസിസ്റ്റ് വർക്ക് ചെയ്യും. ഈവൻ ബ്ലോക്കിലാണെങ്കിൽ പോലും സിംഗിൾ പാഡൽ ഡ്രൈവിംഗ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസിബിൾ അല്ല. കാരണം ഇത് ആക്ച്വലി സ്ലോ ചെയ്യുന്ന അപ് ടു 7 km/h മാത്രമാണ്. സോ അതിലും താഴെ ആക്ച്വലി വണ്ടി നിൽക്കുന്നില്ല. അപ്പം സിറ്റി ട്രാഫിക്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് പോസിബിൾ അല്ല. എങ്കിൽ കൂടി ഒരു മൂവിങ് ട്രാഫിക്കിലും കാര്യങ്ങൾക്കും വളരെയധികം കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ബാക്ക് പോവാണ്. ആ ഇന്നോവ ഹൈക്രോസ് ആക്ച്വലി ബ്രേക്ക് അമർത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് അമർത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ടായതുകൊണ്ട് ഐ ആം സേവിങ് മൈ ഡിസ്ക് ബ്രേക്സ്. പക്ഷെ നമ്മൾ ഈ ഡിസ്ക് ബ്രേക്കിൽ ലാഭിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ 4 ടയറും അത്യാവശ്യം വേഗം തേഞ്ഞ് പോകുന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. കാരണം ഇത്രയും വെയിറ്റുള്ള ഒരു ബാറ്ററി പാക്ക് അവിടെ നിൽക്കുമ്പോൾ 4 ടയറും ഏകദേശം വേഗം വോൺ ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചൊരു 30,000 to 40,000 ടയർ മാറേണ്ട അവസ്ഥ വന്നത്. ഈവൻ ഫ്യൂവൽ കാഴ്ചയിലാണെങ്കിൽ അത് മുമ്പിലാണ് കൂടുതൽ വേറെ ടയർ എന്നുണ്ടെങ്കിൽ ഇത് 4 ടയറും ഏകദേശം ഒരേപോലെ ചെയ്യും. ഈവൻ ലൈക്ക് നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെയാണ് വീൽ റൊട്ടേഷനും കാര്യങ്ങളും ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. എങ്കിൽ കൂടി ഓൾമോസ്റ്റ് ഇറ്റ് ലുക്സ് ഗുഡ് വെൻ യു ഡു വീൽ റൊട്ടേഷൻ, അലൈൻമെൻറ്റ്, ബാലൻസിങ് കാര്യങ്ങൾ കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാക്സിമം 30,000-40,000 വരെ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണസ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞത് 195/60 R16 ആണ്. അപ്പോൾ അത്രയും വീതിയിലെ ടയർ കൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന റൈഡ് ക്വാളിറ്റി തന്നെയാണ്. നമുക്കിപ്പം അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു റിഫ്ലക്ടർ ബംസിലൂടെ പോവുകയാണെങ്കിൽ കൂടി നമ്മൾ ഉള്ളിലേക്ക് അധികം അറിയുന്നില്ല. കമ്പയർഡ് ടു ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന, വീണ്ടും പറയുകയാണെങ്കിൽ ഇഗ്നിസ് ആയിരുന്നു. അതിന് തീർച്ചയായിട്ടും എന്തു പറഞ്ഞാലും ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. നിങ്ങളിപ്പം ഒരു ഹാച്ച് ബാക്ക് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പഞ്ച് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങളൊരു മിഡ് സൈസ് SUV ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഇതൊന്നൊരു അപ്ഗ്രേഡ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും പഞ്ചിലേക്ക് വരരുതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കുറച്ച് പൈസ കൂടുതൽ ലോൺ ഇട്ടാലും നിങ്ങൾക്ക് നെക്സോൺ EV തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചേരുക. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഈ 3 റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓരോ തരത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം L3 യൂസ് ചെയ്തിരിക്കുന്ന ഹെവി ട്രാഫിക്കിലാണ്. സാധാരണ ഒരു നോർമൽ ഈ ഒരു ഡിസ്റ്റൻസ് ഒരു 50 to 100 meters ഡിസ്റ്റൻസിലുള്ള ഡ്രൈവുകൾക്കാണെങ്കിൽ L2 യൂസ് ചെയ്യാം. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പം ആക്ച്വലി ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ തെളിയും. സോ അത് അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ ഞാനതിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ ബ്ലൈൻഡ് സ്പോട്ട്സും കാര്യങ്ങളും ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. പിന്നെ ഈ ബ്രേക്കിംഗ് തന്നെയാണ് ഈ വണ്ടീനെ ഏറ്റവും മെയിനായിട്ട് പറയുന്നത്. 4 വീലും ഡിസ്ക് ബ്രേക്സ് ആണ്. ഈവൻ തോ 4 ആണെങ്കിലും കാണാം. ഇപ്പം ഞാൻ കാല് കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് കയറും. വേറെ ഒന്നും നമ്മൾ ആലോചിക്കാനില്ല. അതായത് ആ ഒരു ടർബോ ലാഗ് എന്ന് പറഞ്ഞ സംഭവമല്ലേ, ഇനീഷ്യൽ പിക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടുമ്പോഴേക്കും നമ്മളവിടെ വീഴും. പിന്നെ നമ്മളാ ഈ സ്പോർട്സ് ഇടുമ്പോഴേക്കും നമ്മളൊരു കേരളം കയറും. അത് നമുക്ക് അത്രയും വേഗം എന്താ പറയുക ലീഗൽ സ്പീഡിലേക്ക് എത്തും തന്നെ പറയാം. പിന്നെ ഈ ചേച്ചി ഇങ്ങനെ വിളിച്ച് പറയും. അത് കുറച്ച് അന്വയമായിട്ട് തോന്നി. കാരണം അതൊരു ചെറിയൊരു അലാമോ അല്ലെങ്കിൽ ഒരു ലൈറ്റിലേക്കോ വേണ്ടി വെച്ചാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ M-Port Plus LR എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഓൾ അക്രോസ് ഓൾമോസ്റ്റ് 12ഓളം വേരിയൻസ് വരുന്നുണ്ട് പഞ്ച് EVക്ക്. പഞ്ച് EV എന്ന് പറഞ്ഞാൽ MR LR വരുന്നത്. MR എന്ന് പറയുമ്പോൾ മിഡ് റേഞ്ച് ആണ്. അതായത് അവർ പറയുന്നത് ഓൾമോസ്റ്റ് 220 കിലോമീറ്റർ സംതിങ് ആണ്. അപ്പോൾ ഇൻഫാക്ച്വലായിട്ട് നമുക്കൊരു 100-110 കിലോമീറ്റർ ഓടുമ്പോഴേക്കും നമ്മൾ ലോങ് ഡ്രൈവിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യാതെ ആക്ച്വലി വളരെ നന്നായി ബാറ്ററി സെൽ ബാലൻസിങ് ചെയ്ത് ഓടുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ഓരോ 100-110 കിലോമീറ്ററിൽ ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരും. സോ ഇതിനകത്ത് അത് വരുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. സോ അങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ട്. പിന്നെ ഇപ്പോൾ ലൈറ്റ്സ് ആണെങ്കിൽ കൂടി ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹോൺ പാഡ് പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്കും പേഴ്സണലി തോന്നി. കാരണം ഇതിനകത്തൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അവിടെ ഇവിടെയൊക്കെ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. ടാറ്റ ഈസ് എ ടാറ്റ. ബട്ട് എന്താണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്, അതിൻ്റെ ക്വാളിറ്റി ഈസ് പ്രെറ്റി ഗുഡ്. പിന്നെ സോഫ്റ്റ്വെയർ ബഗ്സ് ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും കറണ്ട് ട്രെൻഡിങ് വർത്താണ് ഈ EVനെ കുറിച്ച് പറയുമ്പോൾ ടാറ്റേൻ്റെ. സോ സോഫ്റ്റ്വെയർ ബഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2-3 ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ബട്ട് നോട്ട് ദാറ്റ് ബിഗ്. കാരണം നമ്മുടെ ഈ ഒരു EV ഗ്രൂപ്പിലൊക്കെ പലരും പറഞ്ഞ് കേൾക്കുന്ന ഒരു വലിയ സംഭവമാണ് വണ്ടി തന്നെ സ്റ്റാർട്ട് ആവാത്ത ഇഷ്യൂസ്. ഈവൻ നെക്സോൺ EV മാക്സിലൊക്കെ ആയിട്ടുള്ള ബ്രേക്കിംഗ് പോകുന്ന ഇഷ്യൂസ്. നമുക്ക് ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ആയിട്ടും ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറിയ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് സൗണ്ട് പോവും.
പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓക്കെ ആവും. ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ല, ഇപ്പോൾ ഞാൻ ഈ 360 ഡിഗ്രീൻ്റെ സ്വിച്ച് വെച്ചുമ്പോൾ ഇത് ആവുന്നില്ല. മേ ബി ആഫ്റ്റർ 2 to 3 days ഇത് വരും. ഇടയ്ക്കിടയ്ക്ക് ഈ സർവീസ് മെയിൻ്റനൻസിൻ്റെ വാർണിങ്ങും അതുപോലെ TPMSൻ്റെ വാർണിംഗ് കാര്യങ്ങളും വരും. സോ അതൊക്കെ കുറച്ച് അനോയിങ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഇത്രയും എമൗണ്ടിന് ഒരു ഇത് വാങ്ങിക്കുമ്പോൾ ഈ ബഗ്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് വേണമായിരുന്നു അവർ ഈ വണ്ടി നമുക്ക് തരാൻ. ആ ഒരു സംഭവത്തിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഓൺ സെയിൽ സൈഡ് ആണെങ്കിലും എനിക്ക് വണ്ടി ഏകദേശം 2 ആഴ്ചയിനുള്ളിൽ തന്നെ കിട്ടി. നമ്മൾ കംപ്ലീറ്റ്ലി ഫിനാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ബാങ്കിൻ്റെ സൈഡാണെങ്കിലും നല്ല സപ്പോർട്ടീവ് തന്നെയായിരുന്നു. വളരെ വേഗം തന്നെ വണ്ടി കിട്ടി. ഈവൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും നമ്മൾ ആക്ച്വലി വണ്ടി ബുക്ക് ചെയ്തത് മുക്കം മറീന ടാറ്റ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു. വണ്ടി എടുത്തത് കോഴിക്കോട് നിന്നായിരുന്നു. വിനൂപ് ദാസ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ വേണമെങ്കിൽ താഴെ ഇടാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് മെയിനായിട്ട് ഉണ്ടായ ഡെലിവറി എക്സ്പീരിയൻസും കാര്യങ്ങളും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയായിരുന്നു, മോശം പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഇഗ്നിസ് ആക്ച്വലി എക്സ്ചേഞ്ച് ചെയ്തിട്ട് 1-1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വണ്ടി കിട്ടി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലുണ്ടായ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കംപ്ലീറ്റ്ലി പേഴ്സണലായിരുന്നു, അവരെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ മെയിനായിട്ട് ഇതാണ് നമ്മൾ ഈ കാണുന്ന പഴയ പഞ്ച്. ഇത് വെച്ച് നോക്കുമ്പം അബ്സല്യൂട്ട്ലി ഇത് ന്യൂ പഞ്ച് ഹാസ് എ പഞ്ച് തന്നെ പറയാം. കാരണം ആ 120 190 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് നമുക്ക് ഓൺ വീൽസ് ആണ്. നോ ലാഗ്, നത്തിങ്. സോ ഞാൻ പറഞ്ഞ MRനെ കുറിച്ചായിരുന്നു. മിഡ് റേഞ്ച് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ കൈൻഡ് ഓഫ് ആളായിരിക്കും? നിങ്ങൾക്ക് മേ ബി ഒരു സിറ്റി യൂസറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രം, സിറ്റി ഡ്രൈവുകളോ അല്ലെങ്കിൽ റൈഡുകളോ മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ MR. മാക്സിമം പഞ്ച് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത് LR തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവരുടെ അടുത്ത്. എടുക്കുമ്പം LR എടുക്കുക. കാരണം ഈ MRൻ്റെ അഡ്വഞ്ചറും LRൻ്റെ അഡ്വഞ്ചറും തമ്മിൽ ആകെ 1 ലക്ഷം സംതിങ് വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷെ ആ 1 ലക്ഷത്തിൽ ഇപ്പോൾ ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ റേഞ്ച് ആണെങ്കിലും ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം. പിന്നെ നമുക്ക് ധാരാളം ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ EV OK എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഓണേഴ്സ് കേരള ഉണ്ട്. പിന്നെ അത് കൂടാതെ പഞ്ച് EV എന്ന് പറഞ്ഞിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഓണേഴ്സ് ക്ലബ്ബുകൾ ഇനിയും വരുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇഗ്നിസ് ആണെങ്കിൽ പ്രോപ്പറായിട്ടൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, അത് ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവിടെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അവരും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. അതേപോലെ തന്നെ ഇതിലേക്കും വരുമ്പോൾ ആവുമെന്ന് വിചാരിക്കുന്നു ഓരോരോ പുതിയ ഗ്രൂപ്പുകൾ വന്നു. കാരണം 5-6 മാസം ആയിട്ടല്ലേ ഉള്ളൂ വണ്ടി ഇറങ്ങിയിട്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പലരും പറയുന്നുണ്ട്. നമ്മൾ അതിന് എതിർത്തൊന്നും പറയുന്നില്ല, സത്യമായിരിക്കാം. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ടും പേഴ്സണലി അങ്ങനെ ഈ ഒരു ചെറിയ ബഗ്സ് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ ഫസ്റ്റ് സർവീസിനാവുന്നേ ഉള്ളൂ. അപ്പം സർവീസിൻ്റെ കറക്റ്റ് ഒരു അഭിപ്രായം എനിക്ക് പറയാനായിട്ടില്ല. ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ള സംഭവം അതാണല്ലോ സർവീസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. എന്നാലും സെയിൽസ് സൈഡും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ റൈഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ മികച്ച റൈഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ടോട്ടലി എന്താ പറയുക, NVH വാല്യൂസ് വളരെ ഇല്ലയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് കണക്ക് നമ്മളിപ്പോൾ AC കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിൻഡോസ് മാത്രമേ ഉള്ളൂ. സോ അത് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന റേഞ്ച് ഫിഗേഴ്സൊക്കെ അക്യുറേറ്റ് ആയിട്ട് തന്നെ തോന്നിയത്. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് മെക്കാനിസം വെച്ചിട്ടാണ് ഇത് നോക്കുക. അപ്പം നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഓടിക്കുമ്പോൾ ചിലപ്പം ആൾ ഓടിക്കുന്ന റേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, സഡനായിട്ട് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഡിഫർ ചെയ്യും. എന്തായാലും ഓൾമോസ്റ്റ് 1% 3 കിലോമീറ്റേഴ്സോളം നമുക്ക് കിട്ടും. പിന്നെ ഇപ്പം നിങ്ങൾ ഓടിക്കുന്ന റോഡ് കണ്ടീഷൻസും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റോഡ് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കയറ്റവും ഇറക്കവും നിരപ്പായ സ്ഥലവും ഉണ്ട്. സോ റീജനറേഷൻ നടക്കും, പക്ഷെ അതേപോലെ തന്നെ ബാറ്ററി ബേൺ ഔട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ ലോങ് പോകുമ്പം കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ലഗേജ് എത്ര ഉണ്ട് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം. അതേപോലെ കുത്തനെ ചുരം പോലുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പം ഡ്രാസ്റ്റിക്കലായിട്ട് നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനായി പോകാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു EV കാറുമായിട്ട് യൂസ്ഡുമായിട്ട് വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ റേഞ്ച് കറക്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു. പക്ഷേ അപ്പം വണ്ടി ടോട്ടലി സ്മാർട്ടായതുകൊണ്ട് തന്നെ അത് അനലൈസ് ചെയ്യാണ് ഞാൻ പതുക്കെ പോകുന്നത്. സോ എനിക്ക് ഇത്ര റേഞ്ച് വരുന്നത് കണ്ടോ. ഇതൊരു വേറെ പഞ്ചാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ധാരാളം വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം, വേറെ ഒന്നും പറയാനില്ല. കംഫേർട്ട് വളരെ കംഫർട്ടബിളാണ്. പിന്നെ ഓവറോൾ ഷാസി ആണെങ്കിലും പഞ്ചിനൊക്കെ കൂടുതൽ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ടെന്ന് തന്നെ പറയാം. പഞ്ച് പെട്രോൾ ഓടിച്ച് നോക്കുമ്പം ആ ഒരു വെയിറ്റ് കറക്റ്റായിട്ട് 4 സ്ഥലത്തേക്കും ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ധാരാളം EVകൾ ഇറങ്ങുന്നുണ്ടല്ലോ, കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ സാധാ സിറ്റി മോഡിൽ ഓവർടേക്ക് ചെയ്യുന്നത്, പക്ഷേ ഒരു എമൗണ്ട് ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും ഓൺ വീൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഈവൻ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല സ്പീഡിൽ, അതായത് ലീഗൽ സ്പീഡിൽ എത്താൻ കഴിയുന്നുണ്ടെന്നുള്ള വലിയ കാര്യം തന്നെയാണ്.
പെട്ടെന്ന് നമുക്ക് നിർത്തണമെങ്കിൽ ഇതേപോലെ റീജനറേറ്റ് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റിയറിങ്ങിന് 2-3 ഇഷ്യൂസായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമ്മുടെ ഈ ഇതില്ല, അതായത് സ്റ്റിയറിങ് ടിൽറ്റ് മാത്രമേ ഉള്ളൂ, റീച്ച് ഇല്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഈ ഒരു എമൗണ്ടിൽ അവർക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാമായിരുന്നു, ഒരു സ്പ്രിങ്ങോ കാര്യങ്ങളോ കൊടുക്കാമെന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ബോണറ്റിൽ 2 ഹൈഡ്രോളിക് സ്ട്രട്സും കൂടെ കൊടുത്തിരിക്കുന്നത് നന്നായിരുന്നു. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോണറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഇഷ്യൂസ് ആയിട്ട് തോന്നിയത്. വേറെ പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇത്രയും വലിയ മിററും അതുപോലെ ഈ എ പില്ലർ ആക്ച്വലി വളരെ നന്നായിട്ട് തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളമൊന്നും വീശുമ്പോൾ വലിയ പ്രശ്നമില്ല. ഈവൺ ബാക്കിലിരിക്കുമ്പം അത്യാവശ്യം വളരെ വലിയ വിൻഡോ ലൈൻ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ടിരിക്കാം. പിന്നെ നമ്മുടെ കൈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാം. ഇതൊക്കെയാണ് എനിക്ക് റേഞ്ച് റോവറിൽ നിന്ന് കാറുകളിൽ നിന്ന് കുറച്ചൊരു DNA ഇതിലേക്ക് പകർന്ന പോലെ തോന്നിയ കാര്യങ്ങൾ. ഈ ഒരു സ്റ്റിയറിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പം റേഞ്ച് റോവറിൻ്റെ വണ്ടികൾ ഓടിച്ച ആൾക്കാരാവണമെന്നില്ല, അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ആയിട്ട് അറിയുന്ന ആൾക്കാരാകുമ്പോൾ എവിടേക്കോ ഒരു ഐഡൻറ്റിറ്റിക്കലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് തന്നെയാണ്. പക്ഷേ ഇതൊരു ലബിറ്ററേറ്റഡ് ഡിസൈനാണ്, ഒരു സിംഗിൾ സ്പോക്ക് ആണല്ലോ. ഇപ്പോൾ ഹാരിയറിലേക്കൊക്കെ വരുമ്പം എനിക്ക് തോന്നുന്നു 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. അപ്പം അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു വണ്ടിക്ക് ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ്, അത്യാവശ്യം വലിയ സ്റ്റിയറിംഗ് തന്നെയാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇത് വളരെ ഒരു ബൂമറാണ്, കാരണം ഓട്ടോ ഡിമ്മിങ് വളരെയധികം എഫക്റ്റീവായിട്ട് രാത്രി വർക്ക് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ ടച്ച് സ്ക്രീൻ ആണെങ്കിലും ലാഗൊന്നുമില്ല. അപ്പം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ആണെങ്കിൽ പോലും വളരെയധികം ഈസി ടു യൂസ് ആണ്. ആ ഒരു കാര്യത്തിൽ നോ ടെൻഷൻ ഇതുവരെ. ഈവൺ അതിലൊരു സോഫ്റ്റ്വെയർ ബഗ്സ് കയറിയിട്ടുള്ള ആൾക്കാരെ എനിക്ക് അറിയാം, ഞാൻ പേഴ്സണലി ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നല്ലൊരു സമയത്ത് വണ്ടി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ സിനാരിയോയിൽ EVനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ധൈര്യമായിട്ട് എടുക്കാം. EV ആണെന്ന് വെച്ചാൽ എടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യമല്ല. കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മുടെ പെട്രോളിൻ്റെ വില അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാനും ഇപ്പോൾ 2-3 ചങ്ങന്മാരും കൂടെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഇതൊരു തലവേദന അല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്വന്തമായിട്ട് ശമ്പളം കിട്ടിയാൽ പോലും ഇത് ലാഭകരമാണ്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഫ്രണ്ട്സായിട്ട് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകും. അപ്പോൾ ഒരാൾ പെട്രോളൊക്കെ ആണെങ്കിൽ 500-600 രൂപ മിനിമം ഇടേണ്ടി വരും, ഒരു ചെറിയൊരു ട്രിപ്പാണെങ്കിൽ പോലും. അപ്പോൾ ഇതാവുമ്പം ഒരാളൊരു 50 രൂപ ഇട്ടാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എറണാകുളത്ത് വണ്ടർലയിലൊക്കെ പോയി തിരിച്ച് കറങ്ങി വരാം. ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമേ ആവുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ഫിനാൻസ് ചെയ്തുകൊണ്ട് പൈസ വീട്ടുകാർ അടച്ചോളും. നമ്മൾ ഈ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, വളരെയധികം എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇതിലോട്ടും കറണ്ട് ബില്ല് വന്നില്ല. പിന്നെ നമുക്ക് ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുമ്പോൾ തന്നെ കൊടുക്കണമല്ലോ. ഇതാകുമ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കറണ്ട് ബില്ല് വരിക. അപ്പോൾ മാത്രം ഷോക്ക് അടിച്ചാൽ മതി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ കിലോമീറ്ററിൻ്റെ യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ കറൻ്റ്ലി ഒരു യൂണിറ്റിന് 1 രൂപയൊക്കെയാണ് പറയുന്നത്. എന്നാലും നമ്മളിപ്പോൾ കറക്റ്റ് എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തു അത്രയും കിലോമീറ്റർ ഓടണമെന്നില്ല. നമ്മളിപ്പം ഐഡ്ലിംഗ് ആയിരിക്കാം, ബ്ലോക്കിലായിരിക്കും, ഇതൊക്കെ പോയേക്കാം. എങ്ങനെയായാലും ഇപ്പോൾ 2000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 4000-4500 രൂപ വരെ വരാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാലും നിങ്ങളൊരു ഫിനാൻഷ്യലാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആങ്സൈറ്റിയാണ്. അത്രയും ലോങ് പോകുമ്പോൾ റേഞ്ച് ആങ്സൈറ്റി തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ലോങ് പോയപ്പോഴും എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. ഈവൻ തോ ഇതൊരു ലോങ് റേഞ്ച് വണ്ടി ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്യൂസ്, റേഞ്ച് ആങ്സൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതൊന്ന് മാറി വരാനുണ്ട്. ഇപ്പം ധാരാളം എൻ്റെ ഫ്രണ്ട്സ് തന്നെ EV എടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ആദ്യം ഈ റേഞ്ച് ആങ്സൈറ്റി ഉണ്ടാവും, പിന്നെ നമ്മൾ ഡെയിലി എടുക്കുക ഓടുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറും എന്നാണ് അവർ പറയുന്നത്. സോ അതിനെക്കുറിച്ച് എനിക്ക് വെൽ നോൺ അല്ല. നമ്മൾ പോയപ്പം അബ്സല്യൂട്ട്ലി എനിക്ക് റേഞ്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 30% ആകുമ്പോഴേക്കും കുത്തിയിടും. കാരണം ഇപ്പോൾ സെൽ ബാലൻസിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വിഷയമാണ്. നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് വെക്കാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ, ഇതൊക്കെയാണ് കുഴപ്പം. തന്നാലെ കമാൻഡ് വരും, നമ്മൾ പ്രതീക്ഷിക്കാത്തപ്പോൾ അവിടെ ഇവിടെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. ടാറ്റേൻ്റെ ഓൾമോസ്റ്റ് ഞാൻ നോക്കി എല്ലാ വണ്ടികൾക്കും ഉള്ളതാണ്. ആ ഒരു കൺഫ്യൂഷൻസ് മാറി വണ്ടിനോട് ഒന്നുകൂടെ അടുത്ത് വരാൻ തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാതെ നമ്മൾ ഇന്നെടുത്ത് നാളെ അങ്ങ് ഓടിച്ച് പോകാൻ പറ്റുന്ന വണ്ടിയാണോയെന്ന് ചോദിച്ചാൽ 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സോ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കംഫർട്ടാണെങ്കിലും തം കൗണ്ടർ ആണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ്. ലോങ് ഡ്രൈവ്സിനൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ക്രൂയിസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യൂസും കാര്യങ്ങളും മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ മാപ്പും കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. പിന്നെ ഓവറോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. ഇതൊക്കെ തന്നെയാണ് ഈ EVനെ കുറിച്ച് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇഗ്നിസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒലച്ചിൽ എനിക്ക് തോന്നി. അത് എനിക്കല്ല, പാസഞ്ചേഴ്സിന് തോന്നി. പിന്നെ ബാക്കിലിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റ് കംഫർട്ട് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. സോ ഈ വളവൊക്കെ വീശുമ്പോൾ ശരിക്ക് ആ ഒരു
ഐ മീൻ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു സ്റ്റീഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്ക് നല്ല രസമായിരിക്കും ഇങ്ങനെ തിരിച്ചെടുക്കാൻ. പക്ഷേ ബാക്കിലുള്ള ആൾ അത്യാവശ്യം നല്ല ഒലച്ചിലുണ്ട്. പക്ഷേ ഇതൊരു മൈക്രോ SUV ആണ്. SUV-ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തീർച്ചയായിട്ടും ഈ വണ്ടിക്ക് ഉണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളും പോയി, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ ഈവൺ ഓഫ് റോഡ് പോയിട്ട് പോലും അടി തട്ടുന്ന വിഷയം നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല. അത്രയും നല്ല രീതിക്ക് തന്നെയായിരുന്നു വണ്ടി പെർഫോം ചെയ്തത്. എന്ന് വെച്ചാൽ നിങ്ങളിത് എങ്ങോട്ടും വണ്ടി കൊണ്ടുപോകാമെന്നല്ല, പിന്നെ വാട്ടർ ബീഡിങ് കപ്പാസിറ്റി ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു മില്ലിമീറ്ററിലുണ്ട്. സോ ഓഫ് റോഡ് പോകാമെന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷണൽ, ബട്ട് ഇഫ് യു ഗെറ്റ് ലൈക്ക് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. ഇതിനകത്ത് ചില ക്രീപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പം വണ്ടി എടുത്ത് ബ്രേക്കിൽ നിന്ന് കാല് പൊക്കി കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല. മുമ്പിലേക്ക് എത്ര കുത്തനെ കയറ്റാണെങ്കിൽ പിടിച്ച് അങ്ങ് കയറും. സോ അങ്ങനെ കയറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളിപ്പം എവിടെയെങ്കിലും കുടുങ്ങിയെന്ന് വിചാരിക്കാം, എവിടെയെങ്കിലും നിങ്ങളൊരു സ്ലഷ് അല്ലെങ്കിൽ ഒരു സ്ലഗിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വണ്ടി പതുക്കെ പിടിച്ച് കയറിക്കോളും. അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. നമ്മളെ ഈ ക്ലച്ചോ കാര്യങ്ങളോ മൂവിങ് പാർട്സോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലച്ച് കരിയാൻ തുടങ്ങിയുള്ള ഇഷ്യൂസൊന്നും ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളും വലിയ മെയിൻ്റനൻസ് ആവശ്യമില്ല എന്നാണ് എനിക്കിതുവരെ അറിയാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും നിങ്ങളൊരു പെട്രോൾ കാർ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ 30% കോസ്റ്റ് മാത്രമേ ഇതിനാവുന്നുള്ളൂ എന്നുള്ളതൊരു വലിയ സമാധാനമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഒരു വണ്ടിയിൽ മെയിൻ്റനൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ വരുമെന്നറിയാം. അതാണ്ട് വീണ്ടും ഒരു പഞ്ച് നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സോ ധാരാളം പഞ്ച് ഇറങ്ങുന്നുണ്ട്. പല കസ്റ്റമേഴ്സും നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ ഹാപ്പി തന്നെയാണ്, നമ്മൾ ഹാപ്പിയാണ്, ഇതിലായിട്ട് ഒരു ഇഷ്യൂസും ഇല്ല. സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പഞ്ച് EV-ൻ്റെ ഡ്രൈവ്. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, കണ്ടില്ലേ, ബൈ.